വ്യോമശക്തിയിൽ ഇന്ത്യക്ക് വമ്പൻ നേട്ടം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം ലോകത്ത് 3-ാം സ്ഥാനം കീഴടക്കിയിരിക്കുകയാണ് ഇന്ത്യ. വ്യോമശക്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനുള്ള വിമാനങ്ങളുടെ എണ്ണത്തിന്റെ കണക്കല്ല, മറിച്ച് ആ രാജ്യം ഏറ്റെടുക്കുന്ന വ്യോമ ദൗത്യങ്ങൾ എത്രത്തോളം വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നതാണ്. ഇന്ത്യക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിലും വ്യോമശക്തിയിലും ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ഹിമാലയത്തിലെ അതിശൈത്യ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദീർഘദൂര ദൗത്യങ്ങൾ വരെ വിജയകരമായി നിർവഹിക്കാനുള്ള വ്യോമസേനയുടെ പ്രവർത്തനക്ഷമത, അതാണ് ഈ ഒരു നേട്ടത്തിനുള്ള മാനദണ്ഡമായി കണക്കാക്കിയിരിക്കുന്നത്. സൈനിക വ്യോമശക്തിയുടെ കാര്യത്തിൽ ലോകവേദിയിൽ ഇന്ത്യയുടെ കരുത്ത് വീണ്ടും തെളിഞ്ഞു. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തിറക്കിയ 2026 ഗ്ലോബൽ എയർ പവർ റാങ്കിങ്ങിൽ രാജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ ശക്തമായ സൈനിക വ്യോമശക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയും റഷ്യയും മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. വ്യക്തിഗത വ്യോമസേനകളുടെ പട്ടികയിൽ ഇന്ത്യൻ വ്യോമസേന 6-ാം സ്ഥാനത്താണ്. US എയർഫോഴ്സ്, US നേവി, റഷ്യൻ എയർഫോഴ്സ്, US ആർമി, US മറൈൻ കോർപ്സ് എന്നിവയ്ക്ക് പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2022 മുതൽ 5-ാം തവണയാണ് ഇന്ത്യൻ വ്യോമസേന ചൈനയെ മറികടക്കുന്നത്. റാങ്കിംഗ് തയ്യാറാക്കുമ്പോൾ അമേരിക്കയുടെ 4 സൈനിക വ്യോമ വിഭാഗങ്ങളായ എയർഫോഴ്സ്, നേവി, ആർമി, മറൈൻ കോർപ്സ് എന്നിവയെ പ്രത്യേകം യൂണിറ്റുകളായാണ് പരിഗണിച്ചത്. അതിനാലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകെ പട്ടികയിൽ 6-ാം സ്ഥാനം ലഭിച്ചത്. എന്നാൽ രാജ്യാടിസ്ഥാനത്തിൽ അമേരിക്കയുടെ എല്ലാ വ്യോമ വിഭാഗങ്ങളെയും ഒന്നായി കണക്കാക്കുമ്പോൾ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് ഉയരുകയായിരുന്നു. WDMMAയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 1716 സൈനിക വിമാനങ്ങളാണുള്ളത്. ഇതിൽ 542 യുദ്ധവിമാനങ്ങൾ 7 വ്യത്യസ്ത വിഭാഗങ്ങളിലായി സേവനത്തിലുണ്ട്. ഔദ്യോഗികമായി വിരമിച്ച MiG-21 വിമാനങ്ങളും ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ വിഭാഗത്തിൽ 498 വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ 222 Mi-17 ഹെലികോപ്റ്ററുകളും 111 HAL ധ്രുവ്, രുദ്ര ഹെലികോപ്റ്ററുകളും ഉൾപ്പെടുന്നു. ഹിമാലയത്തിലെ അതിശൈത്യ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദീർഘദൂര ദൗത്യങ്ങൾ വരെ വിജയകരമായി നിർവഹിക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനക്ഷമതയാണ് ഉയർന്ന റാങ്കിങ്ങിന് പ്രധാന കാരണം. വിവിധ രാജ്യങ്ങളുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം, സ്വദേശീയമായ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ, അത്യാധുനിക സെൻസറുകൾ, ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ എന്നിവയും ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ചൈനയ്ക്ക് 3700-ലധികം വിമാനങ്ങളും J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ഉണ്ടായിട്ടും വിമാനങ്ങളുടെ എണ്ണം മാത്രം യഥാർത്ഥ യുദ്ധശേഷി നിർണ്ണയിക്കുന്ന ഘടകമല്ലെന്ന് വിലയിരുത്തുന്നു. 242.9 എന്ന ട്രുവൽ റേറ്റിംഗ് സ്കോറുമായി അമേരിക്കൻ വ്യോമസേനയാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് US നേവിയും 3-ാം സ്ഥാനത്ത് റഷ്യൻ വ്യോമസേനയും തുടരുന്നു. വിമാനങ്ങളുടെ എണ്ണം മാത്രമല്ല, സൈനിക സാങ്കേതിക വിദ്യ, ആധുനികവൽക്കരണം, ലോജിസ്റ്റിക് പിന്തുണ, പ്രത്യേക ദൗത്യ വിമാനങ്ങൾ, വ്യോമ ഇന്ധന വിതരണ ശേഷി, പരിശീലന സംവിധാനം, ആഭ്യന്തര വിമാന നിർമ്മാണം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് റാങ്കിംഗ് തയ്യാറാക്കുന്നത്. ഇന്ത്യയുടെ സമഗ്രമായ വ്യോമശേഷി അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകാരം നേടുന്നതിന്റെ തെളിവായാണ് പുതിയ റാങ്കിംഗ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.